ഗോപുതത്തിലെ ജിമാർ തമ്മിൽ ബൈ SKN പ്രസന്റഡ് ബൈ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ചർച്ച തുടരുന്നു. 20 കൊല്ലമായിട്ട് പാവറട്ടി പള്ളിയിൽ വെടിക്കെട്ട് നടന്ന അതിന്റെ ഉത്തരവാദിയാ അല്ലെ? ലൈസൻസിയാണോ താങ്കൾ? അല്ല പാവറട്ടി പള്ളി കമ്മിറ്റിയുടെ ആളാണ്. ഈ വെടിക്കെട്ട് നിരോധിക്കുക, അത് പള്ളിക്ക് മതമാണല്ലോ, നിരോധിക്കണം എന്നുള്ള അഭിപ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഈ ചേച്ചി ഉൾപ്പെടെ. അതെ വെടിക്കെട്ട് നിരോധിക്കണമെന്ന് അഭിപ്രായമുള്ള ഒരു ഭാഗം ഉണ്ടാവണല്ലോ. വെടിക്കെട്ട് വേണം എന്നുള്ള അഭിപ്രായമുള്ള വേറൊരു ഭാഗമുണ്ട്, മെജോറിറ്റിയാണ്. ആഘോഷങ്ങൾക്ക് പകിട്ട് അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് ഈ ലോകത്ത് എവിടെയും, ലോകം എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിന്ന് വരില്ല. അല്ല, അവിടെ ഞാൻ പറഞ്ഞറിയോ, ഒരു ചിലപ്പം മെജോറിറ്റിക്ക് വെടിക്കെട്ട് വേണമെന്നുള്ളതാണ്. പൂരം എടുത്താലും പക്ഷെ ഈ വേണിച്ചേട്ടനെ പോലുള്ള ജീവിക്കുന്ന സ്മാരകങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ വേദനാജനകമാണ്. അദ്ദേഹത്തിന് 2016 പാടില്ല. 2016 പുറ്റിങ്ങിൽ അപകടം ഉണ്ടായപ്പോ വളരെ വ്യക്തമായിട്ട് ഈ സ്വാമി അടക്കമുള്ളവരെ എല്ലാവരും ചേർത്ത് വെച്ച് ഇതിനൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് തൃശ്ശൂർ കൂടെയും ഞാൻ ആ യോഗത്തിലൊക്കെ പങ്കെടുത്തുള്ളതാണ്. അതിനെ തുടർന്ന് വെടിക്കെട്ടുകാരെയും പൊട്ടിക്കുന്നവരെല്ലാരും വിളിച്ചു വരുത്തിയിട്ട് ഇതിന്റെ മാനദണ്ഡങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രകാരം പെസോ ഡിസ്പ്ലേ 2 ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഒന്ന് ഡിസ്പ്ലേ നടത്തുന്നു, പൊട്ടിക്കുന്നു, ഒരു ഭാഗത്ത് നിർമ്മാണ മേഖലയിൽ എന്ത് നടന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് അവിടെ ഒന്നും നടന്നിട്ടില്ല. അതേസമയം ഡിസ്പ്ലേ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഡിസ്പ്ലേ മേഖലയിൽ കത്തിക്കുന്ന സ്ഥലത്ത് വരെ ഓപ്പറേറ്റർ വേണം, അസിസ്റ്റന്റ് ഓപ്പറേറ്റർ വേണം, 100 ഡിസ്പ്ലേയുടെ ദൂരപരിധിയൊക്കെ പാലിക്കുന്നുണ്ട്. അത് ബാരിക്കേഡ് വെക്കണം. അപ്പൊ ഓരോ വെടിക്കെട്ട് കഴിയുമ്പോൾ അതിന്റെ അവലോകനം നടത്തി ഞങ്ങളൊക്കെ അത് പാലിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപകടങ്ങളൊക്കെ ഈ 10 വർഷക്കാലം, ഈ 2016 ശേഷം ഒരു അപകടം ഡിസ്പ്ലേയിലില്ല. അത് എത്രമാത്രം പാലിക്കപ്പെട്ടു ഈ നിർമ്മാണ മേഖലയിൽ നിന്ന് നമുക്ക് വ്യക്തമല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുവേണ്ടി ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ അദ്ദേഹത്തിന്റെ ഈ അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് പോലും ഈ 100 മീറ്ററോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ അവിടെ പാലിക്കപ്പെട്ടു. വ്യക്തിപരമായി താങ്കളുടെ അഭിപ്രായം എന്താ ഈ വെടിക്കെട്ട് നിരോധിക്കുന്നതിനെ കുറിച്ച്? വെടിക്കെട്ട് എന്തായാലും വേണം. ആചാരങ്ങളെ ഭാഗം പെരുന്നാളായാലും പള്ളി പെരുന്നാളായാലും തൃശ്ശൂർ പൂരായാലും നമുക്ക് നിർബന്ധമായിട്ടും വെടിക്കെട്ട് വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.